നില്ല് നില്ല് നില്ല്. നിന്റെ പേരെന്താ? വർഗീസ് മാത്യു. നീ ഇന്നലെ ബീച്ചിൽ വെച്ച് കണ്ട അലവലാദീസിന്റെ കൂടെ ചെത്തി നടക്കുമ്പോ ഞങ്ങളെ കണ്ട കണ്ണി പിടിക്കില്ല അല്ലടാ? സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവാഞ്ഞിട്ടാ. അല്ലാണ്ട് ആഹാ, സീനിയേഴ്സിനെ കണ്ടാ നിനക്ക് മനസ്സിലാവൂല അല്ലേ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പലതും മനസ്സിലാവാണ്ട പോകും. മുണ്ടിന്റെ മടിക്കുത്തഴിക്കാനായിരുന്നല്ലോ മടി. ഈ പാന്റ് അടിച്ച് തോളിലിട്ടുണ്ട് ഇവരുടെ മുന്നിൽ കൂടെ നടന്ന ഹോസ്റ്റൽ വരെ പോകുമ്പോഴേക്കും മടിയൊക്കെ താനെ മാറും. ഒരു കളസം. അയ്യോ ഞാൻ പ്ലീസ്. അവനിപ്പോ സമ്മതമില്ലെങ്കിലോ? നിന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വിളിക്കണ്ട. വർഗീസ് എന്റെ റൂംമേറ്റും ക്ലാസ്മേറ്റും ആണ്. അവനെ പരസ്യമായി അവമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അയ്യോ, കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന്. ചുണ്ടി നമ്മിഞ്ഞയുടെ മണം മാറിയിട്ട് വാടാ ചെറുക്കാ. ഇപ്പൊ മോൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് പുല്ലാണ്ടാ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെണ്ടി? പേടിപ്പിക്കല്ലേ ചേട്ടാ. ഈ കോളേജ് ചേരാൻ നിങ്ങളെക്കാൾ 1-2 വർഷം വൈകി എന്ന വ്യത്യാസം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. സീനിയേഴ്സിനോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. അതാണ് പറഞ്ഞത്. സീനിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കൊമ്പൊന്നും ഇല്ലെന്ന്. അടുത്ത വർഷം ഞങ്ങളും ആവും സാർ ഈ പറയുന്ന മഹാത്ഭുതം. വരട്ടാതെ. നീ രണ്ടും കെട്ടിച്ചാണ്. വേണമെങ്കിൽ ആണ്. സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് പൃഷ്ഠം കുലുക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല ചേട്ടാ. നിങ്ങൾ വെറും 3 പേരേ ഉള്ളൂ. ഞങ്ങളിത് ഇത്രയും പേരുണ്ട്. പിന്നെ ഇവനും. നിങ്ങളൊന്ന് തോറ്റൂന്ന് വെക്കേ. പിന്നെ സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് ഈ താടിയും വേഷം വെച്ച് നടക്കാനൊക്കൂ? എന്തു പറയുന്നു ചേട്ടന്മാരെ? വേണോ നമ്മൾ തമ്മില്? തിരിച്ചു പോയാൽ മാനം പോവില്ല. നമ്മൾ ഇത്രയും പേരെ വിവരം അറിയുള്ളൂ. ചേട്ടന്മാര് ചെല്ല്. റാഗിംഗ് ഒക്കെ ആയിക്കോ ഒരു രസത്തിന്. പക്ഷെ മര്യാദ വിട്ടുള്ള കളി വേണ്ട. എല്ലാവരും ആ പാവം വിഷ്ണു നമ്പൂതിരിയല്ല. തോന്നിവാസം സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വടാ പോവാം. വർഗീസേ, ബാക്കിയുള്ളവരെ കൂടെ വിളിക്കേ. ഒരു മറ്റൊന്നും വരാൻ പോണില്ല. അതിന് ചുണ്ണലെടുത്ത് നീ ജനിച്ചു പറഞ്ഞോടാ. ജൂനിയേഴ്സ് നീ സംഘടിപ്പിക്കല്ലടാ. എവിടാ നിന്നെ ആരാധകര്? വലിയ ഹീറോ പട്ടിയില്ലടാ അതിനെ രക്ഷിക്കാൻ. സീനിയേഴ്സെ കണ്ട നിനക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല അല്ലേ?